ഒരു കിട്ടിലൻ പ്രൊമോ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ, ഈ ബോയ്സ് എല്ലാം കൂടെ ചേർന്ന് എന്തിനാണ് ഈ ഫീമെയിൽസിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. കാര്യം ഇവർക്കൊക്കെ നല്ല കഴിവുള്ള നല്ല കാലിബറുള്ള ആൾക്കാരാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സീസൺ 7 എന്ന് പറയുന്നത് വലിയൊരു ഷോ ആയി മാറും. ഭയങ്കര വിജയമായിരിക്കും. കാര്യം എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്കുകൾ കൊണ്ട് സംസാരിച്ച് അടിച്ചിരുത്താൻ കഴിവുള്ള ആൾക്കാർ. പക്ഷേ ഇവർ അങ്ങോട്ടോട്ട് ഗെയിം കളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഗെയിമിലേക്ക് ഇറങ്ങുവാണ്. ചിലപ്പോൾ അതിന് ഈ ഒരു ടാസ്ക്, ഇന്നിപ്പോൾ നടക്കുന്ന ടാസ്ക് അതിനൊരു കാര്യമായിരിക്കാം. കാര്യം ഷാനവാസിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ ഷാനവാസിന് കാര്യമായിട്ട് ഇവരോടൊരു ദേഷ്യമുണ്ടാകും. എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, ഇവർക്കെതിരെ ഗെയിം കളിക്കണം എന്നൊരു കാര്യം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കാം ഈ പറഞ്ഞ പോലെ ഷാനവാസും അതുപോലെ അക്ബർ ഖാനും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ഷാനവാസ് നല്ല രീതിയിൽ റേസ് ചെയ്യുന്നു, അക്ബർ ഷാ തിരിച്ചു പറയുന്നു നീ രുദ്രൻ കളിയൊക്കെ നിൻ്റെ സീരിയൽ കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ വാക്പോര്. എനിക്ക് തോന്നുന്നു ഇവർ ഗെയിമിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അടിപൊളിയാവും. കാര്യം എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കളിച്ച് തമാശ കളിച്ചാണ് പോകുന്നത്. അതല്ല വേണ്ടത്. ഗെയിമിലേക്ക് ഇറങ്ങണം, ഇടയ്ക്കിടയ്ക്ക് തമാശയും കൂടെ വേണം. മൊത്തത്തിൽ സീരിയസ് ആവരുത്, എന്നാൽ തമാശയും വേണം. ഇത് തമാശ മാത്രമായാലും കൊള്ളത്തില്ല, ഒരുപാട് സീരിയസ് ആയാലും കൊള്ളത്തില്ല. ഇത് സീരിയസ്നെസ് ഇല്ലായിരുന്നു ഇവർക്ക്. ഇവർ ടാർഗറ്റ് ചെയ്യുന്ന മൊത്തം ഫീമെയിൽസിനായിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന പ്രൊമോയിൽ അതൊരു മാറ്റം കാണുന്നു. അങ്ങനെ ആ മാറ്റം എന്നത്തേക്കുമുള്ളതാണെങ്കിൽ അടിപൊളി ഒരു സീസൺ ആയിരിക്കും സീസൺ 7. അതുപോലെ തന്നെ നമ്മുടെ അപ്പാനും ശരത്തും നമ്മുടെ അനീഷും തമ്മിലുള്ള വഴക്ക്, അതെനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിലോട് കൂടി നടക്കുന്ന വഴക്കാണെന്ന് തോന്നുന്നു. കാര്യം ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് വഴക്കുണ്ടാക്കുന്നത്. തിരിച്ച് അപ്പാനും ശരത്തും നല്ല രീതിയിൽ റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വഴക്കുകളാണ് വേണ്ടത്. അല്ലാതെ ഇവർ കാരണമുണ്ടാക്കി ഒരു വഴക്കുണ്ടാക്കും, അത് കാണുമ്പോൾ ഭയങ്കര വെറുപ്പിയാണ് തോന്നുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വഴക്കുകളാണ്. ഈ വഴക്കുകൾ വേണം നല്ല രീതിയിൽ ഗെയിമാക്കി മാറ്റാൻ. അല്ലാതെ ഇതുവരെ ഉണ്ടായ മിക്ക വഴക്കുകളും ഇവർ ഉണ്ടാക്കിയ വഴക്കുകളാണ്. അത് ബിഗ് ബോസ് ആണ് ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് അല്ലേ. അപ്പം ഇന്ന് കാണുന്ന പ്രൊമോ സത്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊമോയിലെ വഴക്ക് നീണ്ടു പോകാൻ ചാൻസ് ഉള്ള ഒരു വഴക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം എന്താകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.